Good morning, all. Good morning, ma'am. Good morning. പേരായുള്ളൂല. ഓക്കെ, എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എടുക്കണതൊക്കെ മനസ്സിലാവണില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയാ? ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ട? ഓക്കെ, ഓക്കെ, 31 പേരായി. ജോയിൻ ചെയ്യുന്നവര് ചെയ്യട്ടെ, നമുക്ക് തുടങ്ങാം. സ്ക്രീൻ ഷെയർ ചെയ്യണം. കാണാൻ പറ്റണ്ട? സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റണ്ട? ഓക്കെ, നമ്മൾ എവിടം വരെ എടുത്തു നിർത്തിയത്? മിസ്ലേനിയസ് റിപ്പോർട്ട്സ് എടുത്തില്ലേ? നമ്മൾ ഇനി എടുക്കേണ്ടത് ഫിസിക്കൽ തെറാപ്പി ആണോ? ഫിസിക്കൽ തെറാപ്പി ആണോ ഇനി എടുക്കേണ്ടത്? ഓക്കെ, തുടങ്ങണം. ഓക്കെ ഓക്കെ, തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ടല്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തേക്കണം, അത് ഒക്കെ മനസ്സിലായതല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ല. കുറച്ചല്ലേ എടുത്തുള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നാ മതി മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ എന്തൊക്കെ പെടും, സ്പെഷ്യൽ യൂണിറ്റ്സ് ഏതാണ്, പിന്നെ മെഡിക്കേഷൻ ഷീറ്റ്, മരുന്ന് ഷീറ്റിന്റെ കാര്യങ്ങൾ അതെങ്ങനെയാണ്, അതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മള് ഡേറ്റ്, ടൈം, ഡ്രഗ്, ഡോസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ TPR ചാർട്ടില് TPRന്റെ കൂടെ ബ്ലഡ് പ്രഷർ, അതെപ്പോഴും നമ്മൾ ഓർക്കാം. നമ്മൾ TPRന്ന് മാത്രമായിരിക്കും TPR ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോ TPR മാത്രമേ എഴുതുള്ളൂ, പക്ഷെ ബ്ലഡ് പ്രഷർ കൂടി ഉണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യാം. പിന്നെ നഴ്സിംഗ് നോട്ട്സ്, ഓപ്പറേഷൻ റിപ്പോർട്ട്സ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ചോദിക്കലില്ല. നിങ്ങൾക്ക് എന്തായാലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്സിലേക്ക് തുടങ്ങട്ടെ. ഫിസിക്കൽ തെറാപ്പി എടുക്കട്ടെ? ഓക്കെ ഓക്കെ, physical therapy. It gives a descriptions of the assessments and treatments which include the use of exercise, heat, cold, water, electricity, ultrasound, and physical means to bring back the patients to useful activity. എന്താ പറഞ്ഞേ? ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് മരുന്നൊന്നും ഇല്ലാണ്ട്, നമ്മളെ ഹോസ്പിറ്റലിൽ നമ്മൾ മരുന്ന്, ഇഞ്ചക്ഷൻസ് അതൊന്നും ഇല്ലാണ്ട് എക്സസൈസ് വഴി ചൂട് പിടിക്കുന്നത്,
പിന്നെ അങ്ങനെ തണുപ്പും അങ്ങനെയൊക്കെ ഉള്ള വ്യായാമങ്ങൾ അങ്ങനെ ചെയ്യണത്. നമ്മൾ മരുന്നൊന്നും ഇല്ലാണ്ട് കായികമായിട്ടും ആധുനിക യന്ത്രങ്ങളുടെ കൂടെ ഈ തെറാപ്പി, ഉഴിച്ചില്, പിന്നെ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക, പിന്നെ കറന്റില് നമ്മള് എന്തെങ്കിലുമൊക്കെ ആധുനികമായിട്ട് അങ്ങനെ ചെയ്യണത്, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് മരുന്നില്ലാത്ത രീതിയിൽ നമ്മൾ ഹെൽത്ത് സംരക്ഷിക്കുന്നത്. അതാണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് അതിന്റെ വിശദീകരണം, ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താ, നമ്മൾ ആശുപത്രിയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ മരുന്നിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ എങ്ങനെയാണ് സാധാരണ നിലയിൽ രോഗിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ, രോഗിക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സാധാരണ ലെവലില് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? എക്സസൈസ്, പിന്നെ ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഫിസിക്കൽ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇവയുടെ ശരീരമാറ്റങ്ങൾ, ഫിസിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ ബ്രിങ് ബാക്ക് ദ പേഷ്യൻസ് ടു യൂസ്ഫുൾ, പക്ഷെ അവർക്ക് യൂസ്ഫുൾ ആവേണ്ട രീതിയിൽ, അവരുടെ ആക്ടിവിറ്റീസ് യൂസ്ഫുൾ ആവേണ്ട രീതിയിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ വൈദ്യുതി ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ചികിത്സ അങ്ങനെ കൊണ്ടുവരാനാണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. മരുന്നുകളൊന്നുമില്ലാതെ ഡിസ്ക്രിപ്ഷൻസ്, അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ്, അങ്ങനെ മരുന്നുകളൊന്നുമില്ലാതെ ഉപയോഗപ്രദമായ രീതിയിൽ അതിൽ ഇൻക്ലൂഡ് ആയതാണ് എക്സസൈസും ഹീറ്റ്, കോൾഡ്, വാട്ടർ. ഇപ്പൊ നമ്മള് ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയി ഒരു മരുന്ന് ടാബ്ലറ്റ് കഴിക്കും. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചെറിയ ജലദോഷം എടുത്ത് വിചാരിച്ച് നമ്മൾ ഒരിത്തിരി കുടത്തിൽ വെള്ളം എടുത്ത് ഉപ്പൊക്കെ ഇട്ട് ആവി പിടിച്ചാൽ നമുക്ക് എന്തായിരിക്കും? നല്ലൊരു റിലീഫ് കിട്ടും. അപ്പൊ നമ്മൾ അവിടെ മരുന്ന് ഉപയോഗിച്ചില്ല. പക്ഷെ നമ്മുടെ ഹെൽത്തിക്ക് നമുക്ക് ആ തലവേദന, കഫക്കെട്ടൊക്കെ വരുമ്പോൾ, ഭയങ്കര ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. അപ്പൊ ഈ തലവേദനയൊക്കെ മാറും ചെയ്യും. ആവി ചെല്ലുമ്പോൾ നമ്മൾ ചൂടുള്ള ഈ ചൂടിങ്ങനെ ഹീറ്റ് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ കഫക്കെട്ടൊക്കെ നല്ലോണം ഒരു ഉരുകി നമ്മുടെ തലവേദനയൊക്കെ മാറി നല്ലൊരു ഇത് കിട്ടും നമുക്ക്. അപ്പൊ അതുപോലെ പലതരത്തിലും ഉണ്ട്. ഫിസിയോതെറാപ്പി എങ്ങനെ ഒരു തെറാപ്പി ചെയ്യണത്? എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഉഴിച്ചില് നടന്നത് അപ്പൊ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാതെ തന്നെ, എന്ത് മരുന്നുകളായാലും നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, ഹീറ്റ്, കോൾഡ്, വാട്ടർ, എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, നമുക്കത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കുന്നത്. അതാണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ നമ്മൾ അസസ്മെന്റ് ചെയ്യണത്? ചികിത്സയുടെയും രീതിയിൽ അസസ്മെന്റ് എങ്ങനെ നമ്മൾ അത് വിലയിരുത്തുന്നതാണ് പറഞ്ഞത്. എക്സസൈസ്, ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്. നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. ഈ ഫിസിക്കൽ തെറാപ്പി നമ്മൾ എങ്ങനെയാണ് ചികിത്സാ സംബന്ധമായിട്ട് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് നമ്മളത് മരുന്നുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ്? അപ്പൊ അതിന്റെ എക്സസൈസ്, ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഫിസിക്കൽ മീൻസ് ടു ബ്രിങ് ബാക്ക് ദ പേഷ്യന്റ് യൂസ്ഫുൾ. ഓക്കെ, സാധാരണ നിലയ്ക്ക് ബ്രിങ് ബാക്ക് എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിനെ സാധാരണ ലെവലിൽ കൊണ്ടുവരാനായിട്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിനെ സാധാരണ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. ബ്രിങ് ബാക്ക് പേഷ്യന്റ് ടു യൂസ്ഫുൾ ആക്ടിവിറ്റി. പേഷ്യന്റിന്റെ എങ്ങനെയാണോ ഉപയോഗപ്രദമായ രീതിയിൽ പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയാണോ അതിന്റെ സാധാരണ ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മരുന്നൊന്നും ഇല്ലാതെ. മരുന്നൊക്കെ കൊടുത്ത് നമുക്ക് സാധാരണ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ മരുന്നൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ആ പേഷ്യന്റിനെ സാധാരണ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആണ്. ഓക്കെ, റജീന ക്ലിയർ ആണ്. അതുപോലെ എല്ലാവരും ക്ലിയർ ആണോ? വെറുതെ ഒന്നുമില്ല, നമ്മൾ ഓർക്കുക ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ ശാരീരികമായ തെറാപ്പി. അപ്പൊ നമ്മൾ പറയാം ഫിസിക്കൽ തെറാപ്പി നമ്മൾ ശാരീരികമായിട്ട് തെറാപ്പി ചെയ്യണം. അപ്പൊ നമ്മൾ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. മരുന്നുകളൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ചെയ്യണത്.
അപ്പൊ അസസ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തണേന്ന് ചോദിച്ചാല് ഡിസ്ക്രിപ്ഷൻ വിലയിരുത്ത് നമ്മൾ ഇറ്റ് ഗീവ്സ് അതിന്റെ വിശദീകരണം നമ്മൾ അതെങ്ങനെ വിലയിരുത്തണേ ട്രീറ്റ്മെന്റ് ഒക്കെ ഇത് വെച്ചിട്ട് മരുന്നില്ല പക്ഷെ നമ്മൾ എക്സസൈസ് വഴി ഹീറ്റ് ചൂട് പിടിച്ചു വാട്ടർ വഴിയും ഇലക്ട്രിസിറ്റി വഴിയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യും. ചിലവര് മേലും കൈവേദന നീർത്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കറണ്ടിൽ അങ്ങനെ എന്തോ ഒരു മെഷീൻ ഉണ്ട്, അതില് കറണ്ട് കുത്തിക്കഴിഞ്ഞ ആ മെഷീനിൽ കിടന്ന എന്തോ ഒരു കല്ല് കണ്ടണം 1.5 ലക്ഷം രൂപയാണ് അത്. എറണാകുളം ഒരുപാട് സ്ഥലത്ത് ഒരു എറണാകുളത്തേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര നീർക്കെട്ടുള്ളവര് ശാരീരികമായിട്ട് ഇങ്ങനെ ഭയങ്കര വേദന ആയിരിക്കും, അവർക്ക് ബോഡി മൊത്തം പെയിൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് അത് കറണ്ടിലാണ് ആ കല്ല് പ്രവർത്തിക്കുന്നത്. ആ കല്ലിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നാ പറയണത്. അപ്പൊ അത് ആ കറണ്ടിൽ കുത്തി ആ കല്ലിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഫുൾ നീർക്കെട്ട് മുഴുവനുള്ള ആ നീർക്കെട്ട് ആ കല്ല് വലിച്ചെടുക്കും. പക്ഷെ അത് പ്രവർത്തിക്കുന്നത് കറണ്ടിലാണ്. അതിന്റെ ഒരു വയറ് കറണ്ടിൽ പോയിട്ട് ആ സാധനം കറണ്ടിന്റെ വഴി ഇലക്ട്രിസിറ്റി വഴി അത് ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫുൾ നീർക്കെട്ട് ആ കല്ല് വലിച്ചിടും. അങ്ങനെ എന്തോ ഒരാഴ്ച 7 ദിവസം കണ്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പേഷ്യൻസിന്റെ നീർക്കെട്ട് ശരീരം മൊത്തം വലിച്ചെടുത്ത് നല്ല ഇത് മാറും എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഇലക്ട്രിസിറ്റിയിലൊക്കെ പറഞ്ഞത്, കറണ്ട് വഴി അങ്ങനെ ചെയ്യണതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഷോക്ക് അടിച്ചാൽ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അക്യുപങ്ചർ ഓക്കെ. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇതാവും. അപ്പൊ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഷോക്ക് അടിച്ചാൽ നല്ലതാണ്, നമ്മൾക്കത് അപകടമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളൊക്കെ ഹീറ്റായി പെട്ടെന്ന് നമ്മൾക്ക് അതിന്റെ ഒരു ഇത് വരുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. പക്ഷെ ഷോക്ക് അടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഒക്കെ നല്ല ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് നല്ലൊരു ആരോഗ്യമായിരിക്കും, അവർക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ. അവർ രക്ഷപ്പെട്ടവർക്ക് ഷോക്ക് അടിക്കുമ്പോ തന്നെ അവരുടെ ശരീരത്തിന്റെ ഫുൾ ഹീറ്റ്, അവരുടെ ശരീരം ഒരു വൈബ്രേഷൻ വന്ന് ഫുള്ള് പെട്ടെന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാ ബ്ലഡ് വെസൽസ് ഒക്കെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കുമ്പോ തന്നെ ഒരു വൈബ്രേഷൻ വന്ന്, പക്ഷെ രക്ഷപ്പെട്ടവർക്ക് പിന്നെ ജീവിതകാലം മുഴുവനും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല, നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയണത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ തെറാപ്പി വേറെ ഒന്നുമില്ല, നമ്മള് മരുന്നൊന്നുമില്ലാതെ ആധുനികമായി കായികമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തെ പഴയ അവസ്ഥയിൽ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ശരീരത്തെ പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആരോഗ്യകരമായ ഒരു ആക്ടിവിറ്റിയാണ് ഫിസിക്കൽ തെറാപ്പി. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് സോഷ്യൽ സർവീസ് ഡാറ്റ. അതിലുണ്ട് സോഷ്യൽ സർവീസ് ഡാറ്റ. എന്താ സോഷ്യൽ സർവീസ്? നമ്മളെ അഗതി മന്ദിരങ്ങള് സോഷ്യൽ സർവീസ് ചെയ്യണ ഒരുപാട് പേര് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. It must consist of background, social information and problems identified by the patient, his family and the social worker. എന്താ പറഞ്ഞേ? ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് അടങ്ങിയിരിക്കുന്നത് എന്താ? നമ്മളെ സോഷ്യൽ ഇൻഫർമേഷൻ, അതിന്റെ ചുറ്റുപാടുകള്, പിന്നെ പ്രശ്നങ്ങള്, പുറത്തു നടക്കുന്ന പ്രശ്നങ്ങള്, അങ്ങനെ അതൊക്കെ പേഷ്യൻസിന്റെ ഐഡന്റിഫൈ ചെയ്യും. ഹിസ് ഫാമിലി ആൻഡ് ഹിസ് സോഷ്യൽ വർക്ക് എന്നുവെച്ചാൽ സാമൂഹ്യ സേവന ഡാറ്റ രോഗിയും അവന്റെ കുടുംബം എന്നുവെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പുറത്ത് നടക്കണ സമൂഹത്തിൽ നടക്കണ പ്രശ്നങ്ങള് പേഷ്യൻസ് ആയാലും അവരുടെ ഫാമിലി എല്ലാവരും കൂടി എന്ത് ചെയ്യും? കുടുംബമൊക്കെ കൂടി ഇറങ്ങും. എന്തിനാ? ശാരീരിക പ്രവർത്തനത്തിനും പിന്നെ അവർ ആ പ്രോബ്ലംസ് ഒക്കെ തിരിച്ചറിഞ്ഞ് അതിന്റെ പശ്ചാത്തലമൊക്കെ നോക്കി അതിന്റെ വിവരങ്ങളും എല്ലാം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട്. അതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ പുറത്ത്, ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്തുണ്ട്? ചുറ്റുപാടിലും സോഷ്യൽ ഇൻഫർമേഷൻ, അതിന്റെ ഒരുപാട് ക്ലാസ്സുകൾ, അത് ഇത് വിവരങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിയുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റുവട്ടത്തുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പേഷ്യൻസിന്റെ ആയാലും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ആയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കുടുംബത്തോടും കൂടി ഫാമിലി ആയിട്ട് നമുക്കത് ഏറ്റെടുക്കാം. സോഷ്യൽ വർക്കറായിട്ട് സമൂഹത്തിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചില പ്രത്യേക ഗ്രൂപ്പ് പിന്തുണ നൽകിയിട്ട് ഒരുപാട് സോഷ്യൽ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് പേഷ്യൻസിന്റെ ഒക്കെ സോഷ്യൽ വർക്ക് നടക്കണമെന്ന് വെച്ചാല് ഇപ്പൊ ഒരേ ട്രസ്റ്റുകൾ ഏറ്റെടുക്കും. അപ്പൊ അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, അവരുടെ ചുറ്റുപാട്, അവരുടെ പ്രശ്നങ്ങൾ
ഒക്കെ നമ്മള് ഇത് ഏറ്റെടുക്കും. ഈ സോഷ്യൽ നടത്തുന്ന ട്രസ്റ്റുകാർ ഫുൾ ഏറ്റെടുക്കും. എന്നിട്ട് അതൊരു ഗ്രൂപ്പ് വഴി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അവരൊരു ബിൽഡിംഗ് ഒക്കെ പണിത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കും. അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവും, പിന്നെ വീടില്ലാത്തവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ, താമസിക്കാനായിട്ട് എന്തോരം നാള് വേണമെങ്കിലും അവർക്ക് താമസിക്കാം, മരണം വരെ അവരുടെ കീഴിൽ താമസിക്കാം, അവരെ നോക്കാൻ ആള്, സെപ്പറേറ്റ് നഴ്സ്, പിന്നെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അത് ഒരു ഗ്രൂപ്പ് വഴിയായിരിക്കും. അത് കൂടുതലും നമ്മൾ ഒരു വ്യക്തിക്ക് ഏറ്റെടുക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ ഗ്രൂപ്പ് വഴിയൊക്കെ ആവുമ്പോൾ സോഷ്യൽ വർക്ക് അവരെ കുടുംബവും ഫാമിലിയും ഒക്കെ ഏറ്റെടുത്ത് നടത്താം. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുന്നതാകായിരിക്കും ഈ സോഷ്യൽ വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരില്ലേ, ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നോക്കം നിൽക്കുന്നത് വെച്ചാൽ എല്ലാ സാമ്പത്തികമായിട്ടും പിന്നെ എല്ലാ ക്യാഷ് കൊണ്ടും എല്ലാം കൊണ്ടും അവർക്ക് ഭയങ്കര എന്തായിരിക്കും, പൂവറായ ആൾക്കാര്. അതാണ് അങ്ങനെ പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാല് പൂവറായിട്ട് നിൽക്കുന്ന ആൾക്കാർ, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഈ സോഷ്യൽ വർക്കുകളിലൊക്കെ ഉള്ളിലെ കൺസിസ്റ്റന്റ് പറഞ്ഞത് ഗ്രൂപ്പ് വഴിയൊക്കെ ഇത് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങളൊക്കെ അറിഞ്ഞ് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ആരംഭിക്കും. അതാണ് സോഷ്യൽ സർവീസ് സ്റ്റാർട്ട് ആണ്. ചില ഹോസ്പിറ്റലിലൊക്കെ വലിയ ഹോസ്പിറ്റലിൽ അവർ നടക്കുന്നുണ്ടാവും. അവര് ഇപ്പൊ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സോഷ്യൽ വർക്ക് സർവീസ് വന്നതെന്ന് വെച്ചാല് വലിയ ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അവര് കുറച്ച് പേർക്ക്, എല്ലാവർക്കും പറ്റില്ല, എന്നാലും ആ ഹോസ്പിറ്റലിൽ വരണ അവിടെ കുറെ ഒരു മാസം ഒരു 2 ആഴ്ച അഡ്മിറ്റ് ആയി കിടന്ന പേഷ്യന്റിന് പിന്നീട് അവരെ അന്വേഷിക്കുമ്പോൾ ആ പേഷ്യന്റ് ഭയങ്കര സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരെ ഫാമിലിയില് പഠിക്കാൻ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. എങ്ങനെ പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ സോഷ്യൽ വർക്ക് ചെയ്യണ്ടാവും. ഹോസ്പിറ്റലിലെ അതങ്ങനെ ചെയ്യണ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അങ്ങനെ. ഇവർക്ക് കിട്ടണത് ഇതൊരു വിഹിതം ഇവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യും. പൂവർ ഫാമിലി ആയവർക്ക് പഠിക്കാനും അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകാർ കുറച്ച് ഫണ്ട് കൊടുക്കലുണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ഇൻഫോം ചെയ്യണം. നമ്മൾ അത് PRO എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് ഹോസ്പിറ്റലിൽ. അവിടെ പോയി നമ്മളുടെ റേഷൻ കാർഡൊക്കെ നോക്കണം. നമ്മള് ചിലവരെ എങ്ങനെയാണ് റേഷൻ കാർഡ് നല്ല APL ഒക്കെ ആണെങ്കിലും തീരെ ഇതാണെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഹോസ്പിറ്റലുകാര് ഇത് ഏറ്റെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവരെ റേഷൻ കാർഡൊക്കെ എങ്ങനെ ആയിരിക്കണം, BPL ആയിരിക്കണം. പിന്നെ അവര് പറയണ എത്രയും മാസം വരുമാനം ഇതിന് താഴെ ആയിരിക്കണം. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ കീഴിലാണ് PRO എന്നത്. PRO ആണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. PRO ഇതൊക്കെ ഡീൽ ചെയ്ത് ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് സൈൻ ചെയ്ത് വിടുന്നത്, പുറത്തേക്ക് വിടുന്നത്. ഇത് പാസ്സായി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയുടെ ഫുൾ കാര്യങ്ങൾ ആര് ഏറ്റെടുക്കും, ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കും. അതാണ് ഇവിടെ സോഷ്യൽ സർവീസ് ഡാറ്റ വന്നത്. ഹോസ്പിറ്റലില് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്, ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഉണ്ട് ഇപ്പൊ ഈ സോഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും, പിന്നോക്കം നടക്കണ വിഭാഗക്കാരെ കണ്ടുപിടിച്ച് അവര് സോഷ്യൽ ഇൻഫർമേഷൻ കൊടുത്ത് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഒക്കെ അവർ ഏറ്റെടുക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്ക് തുടങ്ങാൻ പറ്റില്ല. ഒരു സംഘടന അല്ലെങ്കിൽ ഹോസ്പിറ്റലിനൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ഒരു വലിയൊരു സംഘടന ആയിരിക്കും, ഒരു ഗ്രൂപ്പ്, ഒരു വലിയൊരു ഇതായിരിക്കും ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പൊ അവർക്ക് അതിന്റെയൊക്കെ ലൈസൻസ്, സോഷ്യൽ വർക്കൊക്കെ തുടങ്ങണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഗവൺമെന്റിന്റെ ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്ക് ഇത് എടുക്കണമെങ്കിൽ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടാണ് എടുക്കാം. പ്രയോറിറ്റി ആർക്കായിരിക്കും, ഈ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരില്ലേ അവർക്കാണ് മുൻഗണന. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, അവരുടെ ഫാമിലി, അവരുടെ കുട്ടികൾ, അവർക്കൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അവരുടെ പഠിപ്പ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. അത് ഹോസ്പിറ്റലില് ഇതിലുള്ളതാണ്. അതാണ് ഇതിൽ കൺസിസ്റ്റ് ചെയ്തേക്കുന്നത്. എന്താ, ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ബൈ ദ പേഷ്യന്റ്, ഹിസ് ഫാമിലി ആൻഡ് സോഷ്യൽ വർക്ക്. അതാണ് അതിൽ കൺസിസ്റ്റ് ചെയ്തേക്കുന്നത് സോഷ്യൽ സർവീസ് ഡാറ്റയിൽ. അതൊരു ചെറിയ പോയിന്റ് ഉള്ളൂ. അത് എല്ലാ ഹോസ്പിറ്റലിലും ചെറിയൊരു ഭാഗമായിട്ട് ഈ സോഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്.
അപ്പൊ അതിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? അടുത്തത് പറയട്ടെ, ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, അടുത്തത് ഡിസ്ചാർജ് സമ്മറി. ഇറ്റ് ഈസ് നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ മാസം കൂടി ഉള്ളൂ തോന്നുന്നത് ക്ലാസ്. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ എക്സാമിന്റെ കാര്യം? എന്തെങ്കിലും പറഞ്ഞായിരുന്നാ നിങ്ങളോട് എക്സാം എന്താണെന്ന്? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കഴിയാനായിട്ടുണ്ട്. ഇല്ല അല്ലെ? ഇപ്പൊ നിങ്ങളെ ഏത് ബാച്ചിന് ഏത് മാസമാണ് സ്റ്റാർട്ട് ചെയ്തത്? മെയ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ആവാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോർഷൻസ് ഒരുപാട് തീരാനുണ്ട്, നമുക്ക് തീർന്നിട്ടില്ല. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഇത് പറയും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പതുക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. അതും പറഞ്ഞ് ഓടിച്ചു വിടുന്നില്ല, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർത്തിട്ടാ നമ്മൾ പോകുള്ളൂ. അപ്പൊ നമുക്ക് എക്സാമിന് മുമ്പ് കവർ ചെയ്താലേ നമുക്ക് റിവിഷൻ കിട്ടുള്ളൂ. റിവിഷൻ കിട്ടിയാലേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കിട്ടണമെങ്കിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ തീരണം. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത മാസത്തോടു കൂടി നിങ്ങൾക്ക് ജനുവരിയോടുകൂടി എക്സാം ഉണ്ടാവും. അപ്പൊ നവംബർ ഇത്ര ആയില്ലേ? ചിലപ്പോ നവംബർ ഡിസംബറോടുകൂടി നിങ്ങൾക്ക് അറിയിക്കും. അപ്പൊ 6 മാസത്തെ കോഴ്സ് മെയ് ഒക്കെ ആയപ്പോ ഏകദേശം ഇപ്പൊ ഒരു 5 മാസം ആയല്ല. അപ്പൊ ആവാനായിട്ടുണ്ട് നിങ്ങക്ക്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രീഫ് റിക്യാപിറ്റേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. പിന്നെന്താ? ഇറ്റ് ഇൻവോൾവ്സ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ്, തെറാപ്പീസ്, ഗിവൺ ആൻഡ് റെസ്പോൺസ്, കണ്ടീഷൻസ് അറ്റ് ദ time of discharge and instructions provided regarding medication, physical activities, diet and follow-up care. Okay, 1 minute. ഓക്കെ, എന്താ പറഞ്ഞേ? ഡിസ്ചാർജ് സമ്മറി. നമുക്ക് ഡിസ്ചാർജിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ ഡിസ്ചാർജ് സമ്മറി? നമ്മൾ പഠിച്ചേർന്ന ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് പഠിച്ചേർന്നില്ല നമ്മള്? ഫസ്റ്റ് പഠിച്ചേർന്നു. അപ്പൊ അതിന്റെ തന്നെ ചെറിയ ടോപ്പിക് ചെറുതായിട്ട് കണ്ടാണ് എന്താ അത് തന്നെയാണ്. പക്ഷെ ഡിസ്ചാർജ് സമ്മറി എന്താന്നുള്ളത് എന്താ? ഇറ്റ് ഈസ് എ ബ്രീഫ് റിക്കാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യന്റ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്നുവെച്ചാൽ എന്താ? പുനർവിചാരണ വെച്ചാൽ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ വന്നു, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഉഷാറായി, നല്ലൊരു ഇതായിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞു ഡിസ്ചാർജ് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുക്കുമ്പോ അവരുടെ കയ്യിൽ ഒരു ഇത് കൊടുക്കും, ഒരു കാർഡ് കൊടുക്കും, ഡിസ്ചാർജ് സമ്മറി. അത് ചുരുക്കത്തിൽ ബ്രീഫ് എന്ന് വെച്ചാൽ ചുരുക്കി എഴുതിയിട്ടുണ്ടാവും. ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പേഷ്യൻസ് എന്തെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടുണ്ട്, പേഷ്യന്റ് എന്ത് കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കിയിട്ട് ചെറിയ രീതിയിൽ എന്തായിട്ടുണ്ട്, ഒരു പുനരാവിഷ്കരണമായിട്ട് ഒരു പഴയ ചാർട്ട് എടുത്തിട്ട് പേഷ്യൻസിന്റെ ഫയൽ റെക്കോർഡിൽ നിന്ന് ഡോക്ടർ എന്ത് ചെയ്യും, ചുരുക്കി ഒരു പുനർവിചാരണ പോലെ, ഒരു
ചുരുക്കിയിട്ട് പേഷ്യൻസിന്റെ ആ കോഴ്സിനെ കാര്യങ്ങളെ കുറിച്ച് ഒരു ചാർട്ട് എഴുതിയിട്ടുണ്ടാവും. അതാണ് ഇറ്റ് ഈസ് എ ബ്രീഫ് റിക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യന്റ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. റിക്യാപിറ്റുലേഷൻ എന്നാണ് പുനർവിചാരണ അല്ലെങ്കിൽ പുനരാവിഷ്കരണം. എന്നുവെച്ചാൽ ട്രീറ്റ്മെന്റിന്റെ ആ എല്ലാം കഴിഞ്ഞു, എന്നിട്ട് അതിനെ വീണ്ടും അതിനെ ഒരു ചെറുതാക്കിയിട്ട് അത് തന്നെ അതിന് വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഫയൽ റെക്കോർഡിൽ എങ്ങനെയായിരിക്കും, ഇന്ന സമയത്ത് ഇങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് ചുരുക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ. നമുക്കൊരു ചെറിയ കാർഡായിരിക്കും തന്നെ. ആ കാർഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ചെറിയൊരു കാർഡല്ലേ. അപ്പൊ ഈ കാർഡിൽ ചുരുക്കി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വേറെ പിന്നീട് എവിടെയെങ്കിലും പോയാലോ പിന്നെ തിരിച്ച് ഈ ഹോസ്പിറ്റലിൽ തന്നെ വന്ന ആ കാർഡ് നോക്കിയാൽ നമുക്ക് ഈ റെക്കോർഡിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെയിൻ റെക്കോർഡിലുള്ള എല്ലാ കാര്യങ്ങളും ആ കാർഡിൽ ഉണ്ടാവും. അപ്പൊ അതുപോലെ ചുരുക്കി എഴുതിയേക്കണ ഒരു കാർഡാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രീഫ് റിക്യാപിറ്റുലേഷൻസ് പറയുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. എങ്ങനെയാണ് അതിൽ എഴുതാം? ബ്രീഫ് റിക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യന്റ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് അതിന്റെ കാര്യങ്ങള് പുനരാവിഷ്കരിച്ച് ചുരുക്കി എഴുതിയേക്കണതാണ്. ഓക്കെ, രണ്ടാമത് എന്താ പറയണേ? ഇറ്റ് ഇൻവോൾവ്സ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ്, therapies given and response condition at the time of discharge and instructions provided regarding medication physical. അത് നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നു കിടന്നു ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്, തെറാപ്പി കൊടുത്തിട്ടുണ്ടാവും. ഫിസിക്കലായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഇങ്ങനെ കൈയിലേക്കോ കാലിനോ അങ്ങനെ എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും തെറാപ്പി ചെയ്തിട്ടുണ്ടാവും, എക്സ്റേ എടുത്തിട്ടുണ്ടാവും. പിന്നെന്താ അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചു. എക്സ്റേ എടുത്തപ്പോ പേഷ്യന്റിന്റെ എവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ബ്ലഡ് എടുത്തപ്പോ ബ്ലഡ് റൊട്ടി നോക്കിയപ്പോ അതിലെന്തുണ്ട്, യൂറിൻ നോക്കിയപ്പോൾ എന്തുണ്ട്, അങ്ങനെയുള്ള എല്ലാ റിസൾട്ട്സും എല്ലാ എക്സാം ചെയ്ത എല്ലാ റിസൾട്ട്സും നമ്മൾ എന്തിലുണ്ട്, ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതും. അത് ചെറുതാക്കിയിട്ട് എഴുതുള്ളൂ. എങ്ങനെ എഴുതാം? ബ്രീഫായിട്ട് ചെറുതാക്കിയിട്ട് എഴുതും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ റെസ്പോൺസ്, പേഷ്യന്റിന് ഈ മരുന്നുകളൊക്കെ കൊടുത്തപ്പോ ആ പേഷ്യന്റിന്റെ റെസ്പോണ്ട് എന്താണ്, എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായോ, പേഷ്യന്റിന് നല്ല പ്രതികരണമാണോ ഉണ്ടായത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ കണ്ടീഷൻ, ആ സമയത്ത് ഡിസ്ചാർജ് സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, പേഷ്യന്റ് വന്ന കണ്ടീഷൻ തന്നെയാണോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അതല്ല വന്ന സമയത്ത് ഭയങ്കര കൂടിയാണ്ട് സാധാരണ ലെവലിൽ വന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിട്ടാണോ എന്നുള്ള ഫുൾ കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഡോക്ടർ കൊടുക്കുമ്പോ ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോ തന്നെ പറയും നിങ്ങള് ഭാരമുള്ളതൊന്നും എടുക്കരുത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഭാരമുള്ളത് എടുക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഡയറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആര് കൊടുക്കും? ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോ തന്നെ കൊടുക്കും. അപ്പൊ അത് ഇവർക്ക് പറഞ്ഞാലും ഓറലായിട്ട് ആദ്യം പറയും ഇവരോട്. ഓറലായിട്ട് ആര് പറയും? നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും. പക്ഷെ ഇത് പറഞ്ഞാലും അവർക്ക് അത് ഓർക്കണമെന്നില്ല. ഇവര് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ പോയാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവര് ചിലവർ ഓർക്കും, പക്ഷെ എല്ലാവരും ഓർക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഓറലായിട്ട് പറയാന്നുള്ളത് ഡോക്ടറിന്റെ അവരുടെ ഹോസ്പിറ്റലിന്റെ കടമയാണ്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യണം? എഴുതണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ ഏതിലെഴുതും? ഈ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഷുഗർ ഉള്ള പേഷ്യന്റ്, ഷുഗർ ഒക്കെ നോർമലായി എല്ലാം കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ പോകുകയാണ്. അപ്പൊ ആ പേഷ്യന്റിന്റെ വിചാരം, ആ പേഷ്യന്റിനോട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ ഷുഗർ ഒക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരുടെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ട് വീട്ടിൽ പോയാൽ മധുരമുള്ളതൊന്നും ഇനി കഴിക്കരുത്, അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവര് ഡിസ്ചാർജ് സമ്മറി നോക്കിയിട്ടില്ല. ഇവരത് വീട്ടിൽ കൊണ്ടുവച്ചു, ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവര് എന്തെന്നാ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ നിന്ന് നോർമൽ ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോന്നേ, ഷുഗർ ഒക്കെ നോർമലായി. അപ്പൊ ഇവരെ വിചാരിക്കുന്നത് എന്തെന്നാ, ഇനി ഒന്നും മരുന്നൊന്നും കഴിക്കണ്ട, ഭക്ഷണം കൺട്രോൾ ചെയ്യണ്ട, അങ്ങനെ വിചാരിച്ച് ഇവർ ഒരുപാട് ഭക്ഷണങ്ങൾ മധുരങ്ങളൊക്കെ കഴിച്ച് ഇവർക്ക് വീണ്ടും ഷുഗർ കൂടി. വീണ്ടും ഷുഗർ കൂടി കഴിയുമ്പോ ഇവര് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഇവരോട് ചോദിക്കും നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഡിസ്ചാർജ് ആയി വന്നത്? അപ്പൊ അവരൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ ഇവരെന്താ പറയാ? ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന്. അപ്പൊ ഡിസ്ചാർജ് സമ്മറി കാണിച്ചു കൊടുത്താൽ അതിൽ എഴുതിയിട്ടുണ്ടാവും അവിടുത്തെ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ,
അപ്പൊ അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രക്ഷൻസ്, പിന്നെ പ്രൊവൈഡ് റിഗാർഡിങ് മെഡിക്കേഷൻസ്, മരുന്ന് എങ്ങനെ കഴിക്കണം, എന്തെല്ലാം മരുന്ന് കഴിക്കണ്ട, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും പേഷ്യന്റിന് കൊടുക്കുക, മരുന്നുകളാവില്ല, ഇഞ്ചക്ഷൻസ് ആയിരിക്കും, ഡ്രിപ്പ്, ഇഞ്ചക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊടുക്കണത്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താ, ടാബ്ലറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആ ടാബ്ലറ്റ് എങ്ങനെ കഴിക്കണം, ഏത് തരം കഴിക്കണം എന്നുള്ള റിഗാർഡിങ് പ്രൊവൈഡഡ് മെഡിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവർ എക്സസൈസ് ചെയ്യണോ, എക്സസൈസ് ചെയ്യണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡയറ്റ് നോക്കണം, അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർ, അവരെ കെയർ എങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തിലുണ്ടാവും, ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡിസ്ചാർജ് സമ്മറി എന്ന് വെച്ചാൽ എന്താ, പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ്, കണ്ടീഷൻസ്, റെസ്പോൺസ്, മെഡിക്കേഷൻസ്, അതിന്റെ ഫിസിക്കലായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ചെറിയ എന്താണ്, ബ്രീഫ് റിക്യാപിറ്റുലേഷൻ ആണ്. എന്താണ്, ചെറിയ ഒരു പുനരാവിഷ്കരണം, പേഷ്യന്റിന്റെ ഒരു ചെറിയൊരു പുനരാവിഷ്കരണമായ ഒരു ഇതാണ് എന്ത്, ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, കിട്ടിയ എന്താ ഡിസ്ചാർജ് സമ്മറി എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയ? ഓക്കെ, അതൊന്നൊന്ന് വായിച്ചു നോക്കിയേ. ഡിസ്ചാർജ് സമ്മറി എന്താണെന്നൊന്ന് വായിച്ചു നോക്കിയേ. ഒന്നുകൂടെ പറയാം. ഓക്കെ ഓക്കെ, ആരതിക്ക് ഒന്നുകൂടെ പറയുന്നു. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ഡിസ്ചാർജ് സമ്മറി, നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ കഴിച്ചു, നല്ല ആരോഗ്യമായി ഹെൽത്തി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യും, അതാണ് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ കയ്യില് ഡോക്ടേഴ്സ് എന്ത് കൊടുക്കും, ഒരു ചെറിയ കാർഡ് കൊടുക്കും. ചെറിയൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡിലുള്ള ഡീറ്റെയിൽസ്, ആ കാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയണത്. ആ കാർഡാണ് ബ്രീഫ് റിക്യാപിറ്റുലേഷൻസ് ഓഫ് ദ പേഷ്യൻസ്. അത് എവിടെ നിന്ന് കിട്ടണതാ, പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണത്. ആ കോഴ്സ് കഴിയുമ്പോ ഡിസ്ചാർജ് ചെയ്യാൻ പോണ പേഷ്യന്റ് അവിടുത്തെ മരുന്ന് കഴിഞ്ഞു, എല്ലാ കോഴ്സും കഴിഞ്ഞു, വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ അവര് ചെറിയ ഒരു പുനരാവിഷ്കരണം എന്ന് പറയുന്നത് എന്താ, പുനർവിചാരണ. രണ്ടാമത് പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ തീർന്നു, അതാണ് പുനർവിചാരണം എന്ന് പറയുന്നത്. എന്താ, മരുന്നൊക്കെ കഴിച്ചു, പേഷ്യന്റ് നല്ല ഹെൽത്തി ആയി, ഹോസ്പിറ്റലിൽ എല്ലാം തീർന്നു, പിന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ കൊടുത്തിരുന്ന മരുന്ന് ഏതാണ്, അതേ മരുന്ന്, അതേ എല്ലാ കാര്യങ്ങളും. പക്ഷെ ടാബ്ലറ്റിന് പകരം ഹോസ്പിറ്റലിൽ കൊടുത്തത് ഇഞ്ചക്ഷൻസ്, ഡ്രിപ്പുകളൊക്കെ ആയിരിക്കും. അതിന്റെ തന്നെ ഒരു പുനരാവിഷ്കരണമാക്കിയിട്ട് ചെറുതാക്കിയിട്ട് എന്താ, ഗുളികകളാക്കിയിട്ടുണ്ടാവും, ടാബ്ലറ്റ്. പിന്നെ പേഷ്യന്റ് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം, പിന്നെന്താ അവര് പറഞ്ഞേക്കണേ, പേഷ്യൻസിന്റെ കണ്ടീഷൻസ് എന്താണ്, പേഷ്യന്റ് വന്ന അവസ്ഥ, പേഷ്യൻസ് ഇപ്പൊ വീട്ടിൽ പോവുകയാണ്, ഈ വീട്ടിൽ പോകുമ്പോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് എന്താണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ചെറിയ കാർഡിൽ എഴുതിയിട്ടുണ്ടാവും, ചുരുക്കി എഴുതിയിട്ടുണ്ടാവും, ചെറുതാക്കി എഴുതിയിട്ടുണ്ടാവും. അതാണ് ചെറിയ ഒരു റിക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് ഇവിടെ കിടന്നു, അതിന്റെ തന്നെ ഒരു പുനർവിചാരണം കൊടുക്കുകയാണ്. വീട്ടിൽ പോയിട്ട് ആ കാർഡ് കൊണ്ടുപോകണം നമ്മൾ. നാളെ ആ കാർഡ് എവിടെ കൊണ്ടുപോയാലും ആ പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തിലുണ്ടാവും, ആ കാർഡിൽ ഉണ്ടാവും. അതാണ് ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, മനസ്സിലായ? ഫസ്റ്റ് പറഞ്ഞത് ബ്രീഫ് റിക്യാപിറ്റുലേഷൻ എന്നാ പറഞ്ഞത്. അതെന്താന്ന് വെച്ചാലാണ് പറഞ്ഞേ, ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റലിലെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു, പേഷ്യന്റിന്റെ എല്ലാ കോഴ്സും കഴിഞ്ഞു. പക്ഷേ ഒരു വീട്ടിലേക്ക് പോകുമ്പോ ഒരു ചെറിയ ഒരു ഫയൽ നമുക്കൊരു സമ്മറി തരും, ചുരുക്കി എഴുതിയത്. അതാണ് ബ്രീഫ് റിക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇൻവോൾവ് ചെയ്ത കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞേക്കണേ. ഇൻവോൾവ്സ് ദ റീസൺ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷനില് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുണ്ടായ കാരണം എന്താണ്, എന്ത് രോഗം കൊണ്ടാണ് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത്, അത് ഫസ്റ്റ് എഴുതണം. അതില് ആ കാർഡിന്റെ ഉള്ളില് ബ്രീഫ് റിക്യാപിറ്റുലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ കാർഡിന്റെ ചുരുക്കപ്പേരാണ് അത്. അതിന്റെ ഒരു ചുരുക്കി എഴുതണ പുനരാവിഷ്കരണ കാർഡ്. ആ കാർഡിൽ എന്തെഴുതണം എന്നുള്ളതാണ് അതിൽ ഇൻവോൾവ് ആയേക്കണത്. എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞതാണ് റീസൺ, എന്തുകൊണ്ടാണ് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത്. പിന്നെന്താ,
ആ പേഷ്യന്റിന് എന്തെല്ലാം ടെസ്റ്റുകൾ എക്സാമിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന്റെ പ്രൊസീജിയർ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറാപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമ്മള് ആ പേഷ്യന്റിന് മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്താണ്, കണ്ടീഷൻ എന്താണ്, പിന്നെ ഏത് ടൈമിലാണ് പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്തത്, അപ്പൊ സമയത്തുള്ള കണ്ടീഷൻ, പിന്നെ ഇൻസ്ട്രക്ഷൻ, നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. പിന്നെന്താ, റിഗാർഡിങ് മെഡിക്കേഷൻസ്, മരുന്നുകൾ നമ്മൾ കൊടുക്കും, ഫാർമസിയിൽ പോയി ബില്ലടച്ചോണം, നമ്മളെല്ലാം ഇതൊക്കെ കൊടുത്തിട്ട് ആ ബില്ലടപ്പിക്കുള്ളൂ. അപ്പൊ ഫാർമസിയിൽ നിന്ന് നമ്മളോട് പറയും മരുന്നുകൾ ബില്ല് റെഡി ആയിട്ടുണ്ട്, പോയി മരുന്ന് മേടിച്ചോളാൻ പറയും. അപ്പൊ അവിടെ നമ്മൾ ഈ ഡിസ്ചാർജ് സമ്മതി കൊടുത്ത് മരുന്ന് മേടിക്കുക. അപ്പൊ അവിടെ ഡിസ്ചാർജ് സമ്മതിയിൽ എന്ത് എഴുതിയിട്ടുണ്ട്, മെഡിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ്, ഫോളോ അപ്പ് കെയർ, നമ്മൾ ഈ ഫോളോ അപ്പ് ഈ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഡയറ്റ് ഒക്കെ കെയർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കാർഡിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് രണ്ടാമത് പറഞ്ഞത്. മനസ്സിലായ? അനിതല്ലേ ചോദിച്ചത്, ഒന്നുകൂടി പറയാൻ കിട്ടിയ? അനിതയ്ക്ക് കിട്ടിയ? ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ആരതിയാ ചോദിച്ചത് അല്ലേ? ഓക്കെ, സോറി. ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു ഡിസ്ചാർജ് സമ്മറി നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കും. ഇനി എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലൊക്കെ അഡ്മിറ്റ് ആവണമെങ്കിൽ ഡിസ്ചാർജ് സമ്മറി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ആ ഡിസ്ചാർജ് സമ്മറി ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് സമ്മറിയിൽ ഒന്ന് വായിച്ചു നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സാം ചെയ്തതും മെഡിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന്, അതൊക്കെ ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് തുടങ്ങി വെക്കാം. 11 ആയിട്ടുള്ളൂ. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. അതെങ്ങനെ? നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണ് ഒന്നിച്ചു കൂടുന്നത്? അസംബ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒന്നിച്ചു കൂടുക. മെഡിക്കൽ റെക്കോർഡിന്റെ ഫോം, മെഡിക്കൽ റെക്കോർഡൊക്കെ എങ്ങനെയാണ് ഇത് ഒന്നിച്ചു വെക്കണേന്ന്, എല്ലാ റെക്കോർഡ് എങ്ങനെ വെക്കണേ? ഒരുമിച്ച് വെക്കണം. അതെങ്ങനെയാണ് നോക്കാം. ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്ത് ദ ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. ഫയൽ വെക്കണ ഒരു ഫോൾഡർ ഉണ്ട് ഇല്ലേ? ഫയലുകളൊക്കെ എങ്ങനെ വെക്കാം? വലിച്ചു വാരി എവിടെയെങ്കിലും ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കണോ? അല്ല, അതൊക്കെ വെക്കണ ഒരു ഫോൾഡർ ഉണ്ട്. കറക്റ്റ് ആയിട്ട് എവിടെ വെക്കും? ഒരു ഫോൾഡർ, ഒരു ചെറിയൊരു തട്ടുണ്ട്, അലമാരി പോലെ. അങ്ങനെ ഒരു ചെറിയ, നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഫയൽ റൂം ഒക്കെ കാണാൻ പറ്റും. റിസപ്ഷൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിരിക്കും. റിസപ്ഷൻ എവിടെയാണോ അതിന്റെ തൊട്ടപ്പുറത്തായിരിക്കും ഈ ഫയൽ റൂം. അവിടെ ഇങ്ങനെ ഫോൾഡറിൽ ഇങ്ങനെ ഓരോ ഫയലുകൾ ഇടയ്ക്ക് സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ മാത്രല്ല, ഓഫീസിലൊക്കെ എങ്ങനെയായിരിക്കും? അവിടെയും ഇതുപോലെ ഫയലുകളൊക്കെ സ്റ്റെപ്പ് ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ ഫോൾഡറിലും ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ, അങ്ങനെ ഹോസ്പിറ്റലായാലും വേറെ വല്ല ഗവൺമെന്റ് ഓഫീസാ പഞ്ചായത്ത് ഇവിടെ ആയാലും ഇതുപോലെ ഇങ്ങനെ ഫോൾഡറിലായിരിക്കും എല്ലാ ഫയലുകളും ഇരിക്കുന്നത്. അപ്പൊ അതില് ആ ഫോൾഡറിൽ ഈ ഫയലുകളൊക്കെ വെക്കണ ക്രമീകരണത്തെ കുറിച്ചാണ് പറയണത്. എങ്ങനെയാണ് ക്രമീകരിക്കണത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്. അതിന്റെ അറേഞ്ച്മെന്റ്, ഈ ഫോൾഡറിലുള്ള ഫോമുകൾ, ആ ഫോൾഡറിലെ ഈ ഫോമുകളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണത്, എങ്ങനെയാണ് ക്രമീകരിച്ചേക്കണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ക്രമീകരിച്ചേക്കണത് ഔട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ആ ഫോൾഡർ എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഒരു അലമാരി ഓർക്കുക. അലമാരി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഡ്രസ്സൊക്കെ വെക്കണ പോലത്തെ ഒരു അലമാരി, അങ്ങനത്തെ അലമാരി അല്ല. ഒരു ചെറിയ തട്ട് നമ്മള് ഒരു ഇരുപ്പിന്റെ ഒക്കെ ഒരു അലമാരി ആയിരിക്കും. ഒരു തട്ട് ഹോസ്പിറ്റലിൽ ഫയൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫയലൊക്കെ വെക്കണ പോലത്തെ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വരും. എന്നിട്ട് അതില് ഫസ്റ്റ് തന്നെ ടോപ്പിൽ ഏതായിരിക്കും? ഔട്ട് പേഷ്യന്റിന്റെ ഫയൽ ഏതായിരിക്കും? അപ്പൊ ടോപ്പിൽ ഏതായിരിക്കും? ഔട്ട് പേഷ്യന്റിന്റെ ഫയല്. അങ്ങനെ ഓർക്കാം. പിന്നെന്തായിരിക്കും? അതിന്റെ ചുറ്റിപ്പറ്റി കുറച്ച് നീങ്ങിയിട്ട് കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ അതേപോലെ ഔട്ട് പേഷ്യന്റ് അല്ല, എന്നാലും ഔട്ട് പേഷ്യന്റ് പോലെ സാദൃശ്യമുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഫയലുകൾ. ഇത് ഫയല് വെക്കണ ക്രമീകരണം പറയണത്. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് 4 എണ്ണം, ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, ഇത് 4 എണ്ണം നമ്മൾ സെപ്പറേറ്റ് പഠിക്കാൻ വരും. ഇതിപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അറേഞ്ച്മെന്റിൽ ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് വരും, പിന്നെ കറസ്പോണ്ടൻസ് വരും, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് വരും, പിന്നെ ഇൻപേഷ്യന്റ് വരും. ഇൻപേഷ്യന്റ് ഏറ്റവും ലാസ്റ്റ് വരുള്ളൂ. കാരണം ആ പേഷ്യന്റിന്റെ ഫയൽ അവിടെ അഡ്മിറ്റ് ആയി കിടക്കണതാണ്. അവര് ഫസ്റ്റ് വന്നപ്പോ അതെന്തായിരുന്നു? ഔട്ട് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അത് ഔട്ട് പേഷ്യന്റിൽ ഉണ്ടായി.
പക്ഷെ അവരവിടെ അഡ്മിറ്റ് ചെയ്തു, അവിടെ ഇതായി കഴിഞ്ഞപ്പോ അവര് പഴയതായി, അപ്പൊ അത് ഇൻപേഷ്യന്റ് ആയി, അപ്പൊ അത് ഏറ്റവും താഴെ വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഈ ഇൻപേഷ്യന്റ് ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ആയിരുന്നു, പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യന്റ് അവിടെ തന്നെ ആയി, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയി. അപ്പൊ അവിടെ എന്ത് വരും, അവര് താഴെ വരും. മോളില് പിന്നെ പുതിയ പുതിയ പേഷ്യന്റ് വന്നത് ഔട്ട് പേഷ്യന്റ്, പുതിയത് പിന്നെ മോളിൽ വരും. അങ്ങനെ മോളിൽ വരുമ്പോൾ അവര് ഈ ഔട്ട് പേഷ്യന്റ് പിന്നെയും അവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്താവും, ഇൻപേഷ്യന്റ് ആവും. ഓക്കെ, പുതിയത് വരുന്നത് മോളില് ഔട്ട് പേഷ്യന്റ്, അവര് വീണ്ടും വീണ്ടും അവിടെ കിടന്നത് പഴയതാവുമ്പോൾ അവിടെ എന്താവും, ഇൻപേഷ്യന്റ് ഏറ്റവും താഴെ. നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയത് പഴയത് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് ഫസ്റ്റ്, കറസ്പോണ്ടൻസ് അതിന്റെ സാദൃശ്യമുള്ള എന്തെങ്കിലും, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുള്ള ഫയൽ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ്, പിന്നെ ഇൻപേഷ്യന്റ് ഏറ്റവും ലാസ്റ്റ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഔട്ട് പേഷ്യന്റ് എന്താ നോക്കാം, എന്താ ഔട്ട് പേഷ്യന്റിൽ അടങ്ങിയേക്കണേ നോക്കാം, എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റിനെ കുറിച്ച് പറഞ്ഞേക്കണേ. എന്താ, contain outpatient form and outpatient follow-up in chronological order. The other form are attached as required. എന്താ, ഇത് കാലക്രമേണ ഇതിങ്ങനെ ഓർഡറായി വെച്ചേക്കണത് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ അപ്പ്. എങ്ങനെ ഇത് കാലക്രമേണ ഈ ക്രോണോളജിക്കൽ ഓർഡർ ഇപ്പോഴൊന്നും ഉണ്ടായതല്ല, പണ്ടേ മുതലേ അതിന്റെ ഓർഡർ ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഫസ്റ്റ് കണ്ടെയ്ൻ അടങ്ങിയിരിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഫോമും ആൻഡ് ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ അപ്പും. പുറത്തുനിന്നുള്ള ആ പേഷ്യന്റ്, അതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഔട്ട് പേഷ്യന്റിന്റെ ഫോമും ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ അപ്പും. ഔട്ട് പേഷ്യന്റിന്റെ ഫോമില് ഔട്ട് പേഷ്യന്റിന്റെ പുറത്തുനിന്ന് വന്ന പേഷ്യന്റിന്റെ ഫയല്, അതിനെ അവർക്ക് ഫോളോ ചെയ്തത് എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, പേഷ്യന്റിനെ എന്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് മരുന്ന് കൊടുത്തിട്ടുണ്ട്, പേഷ്യന്റിനെ എങ്ങനെ കെയർ ചെയ്തേക്കണേ, അവരുടെ കണ്ടീഷൻ എന്താ. അപ്പൊ ആ പേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ ചെയ്ത ഓരോ ഫോളോ അപ്പ് ഇല്ലേ, ഓരോ ഫോളോ അപ്പും ഏതിൽ വരും, ഈ ഔട്ട് പേഷ്യന്റിൽ വരും. അതും പിന്നെ അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ് എന്ന് വെച്ചാൽ എന്താ, വേറെ എന്തെങ്കിലും ആ പേഷ്യൻസിനെ കുറിച്ച്, ഔട്ട് പേഷ്യന്റ് വന്ന ആ പേഷ്യന്റിനെ കുറിച്ച് എന്തെങ്കിലും ഫോംസ് ആവശ്യമുണ്ടെങ്കിൽ, ആസ് റിക്വയർഡ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അറ്റാച്ച് ചെയ്തിടണം, അപ്പൊ ഔട്ട് പേഷ്യൻസിൽ എന്താ കണ്ടെയ്ൻ ചെയ്തേക്കണേ, എന്താ അടങ്ങിയിരിക്കണേ, ഔട്ട് പേഷ്യന്റ് ഫോം, ഔട്ട് പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്തത്. അത് ഏത് ഓർഡറിലാ, ക്രോണോളജിക്കൽ ഓർഡർ. ഏത് ഓർഡറിലാ, ക്രോണോളജിക്കൽ ഓർഡർ അണ്ടർലൈൻ ചെയ്യാം. ഓർഡർ ഏതാ, ക്രോണോളജിക്കൽ ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ അതില് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിക്വയർഡ് ഏതാ, അതർ ഫോം, വേറെ എന്തെങ്കിലും പേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റ് അതർ ഫോം എന്ന് വെച്ചാൽ വേറെ ഫോം അല്ല, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്ക്, പേഷ്യന്റിന്റെ ഇതിനുള്ള വേറെ എന്തെങ്കിലും ഫോം ഉണ്ടെങ്കിൽ അതും കൂടി അറ്റാച്ച് ചെയ്യാം. ഈ ഔട്ട് പേഷ്യന്റിന്റെ മാത്രം, വേറെ ആരില്ല. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റാ, പക്ഷെ ഔട്ട് പേഷ്യന്റിന്റെ എന്തൊക്കെ വരണം, ഔട്ട് പേഷ്യന്റിന്റെ ഫോമും എല്ലാം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റിന്റെ ഫോം എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റിന്റെ ജെൻഡർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഏജ് ഉണ്ടാവും, എന്തുകൊണ്ടാണ് റീസൺ, ഹോസ്പിറ്റലിൽ വന്ന റീസൺ ഉണ്ടാവും, ആ ഫോമിൽ അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോളോ അപ്പ്, നമ്മൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, നമ്മൾ എന്ത് ഫോളോ ചെയ്തു, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, അങ്ങനെയുള്ള ഫോളോ അപ്പ് അത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതർ ഫോം, ചിലപ്പോ എക്സ്റേ എടുത്തിട്ടുണ്ടാവും, സ്കാൻ ചെയ്തിട്ടുണ്ടാവും, അതുണ്ടെങ്കിൽ മാത്രം ആ ഫയലിൽ പേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റിന്റെ ഫോമിൽ വെക്കണം. ഓക്കെ, അതാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഔട്ട് പേഷ്യന്റ് പഠിച്ചതാണ്, വലിയതൊക്കെ പഠിച്ചു. ഇതിലൊന്നുമില്ല, രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമ്മൾ അതിൽ അടങ്ങിയിരിക്കുന്നത് പേഷ്യന്റിന്റെ എന്തെല്ലാം കാര്യങ്ങളാ, പേഷ്യന്റിന്റെ ഫോമും ഫോളോ അപ്പും. അത് ഏത് ഓർഡറിലാ, ക്രോണോളജിക്കൽ ഓർഡർ. ഏത് ഓർഡറിലാ, ക്രോണോളജിക്കൽ ഓർഡർ. അത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഓക്കെ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ, ഉണ്ടാ, ഇല്ല. ഓക്കെ, നമ്മള് അത്യാവശ്യത്തിന് ഒരു ഇതിലൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് നമുക്ക് അങ്ങനെ ഇതിലൊക്കെ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, നിങ്ങൾക്ക് ടൈം കിട്ടൂല. എക്സാം കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ടൈം കിട്ടൂല.
ഒന്ന് വായിച്ച് തീരാൻ കൂടിയും പറ്റില്ല. അപ്പൊ നമ്മള് പോർഷൻ തീർത്താൽ നമുക്ക് അതിനുള്ള സമയം കിട്ടും. ഓക്കെ, കറസ്പോണ്ടൻസ്. എന്താ കറസ്പോണ്ടൻസ് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, പിന്നെന്താ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ, നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം, ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. എന്താ പറഞ്ഞേ, ഒരുപാട് റിപ്പോർട്ട്സുകൾ ഉണ്ട്. കറസ്പോണ്ടൻസ് നമ്മൾ പറഞ്ഞു. എന്താ കറസ്പോണ്ടൻസ്? സാദൃശ്യമായത്, എന്തെങ്കിലും അതേപോലെയുള്ള കറസ്പോണ്ടന്റ് ആയത്, ഔട്ട് പേഷ്യന്റിനെ പോലെ കറസ്പോണ്ടന്റ് ആയത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ സംശയം ഉണ്ടാവും, എന്തൊക്കെയാ കറസ്പോണ്ടന്റ് ആയത്, എന്താ സാദൃശ്യമുള്ളതെന്ന്. അപ്പൊ അതൊക്കെ മാറാനുള്ള കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വേണം? അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം വേണം. ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ചെയ്ത അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം വേണം. കൺസൾട്ടേഷൻ ഫോം വേണം. ഡോക്ടറെ കണ്ടു, ഡോക്ടർ പരിചരിച്ചു, അപ്പൊ എന്ത് കൊടുത്തു ഡോക്ടർ? എന്തെഴുതി? കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പൊ കൺസൾട്ടേഷൻ ഫോം വേണം. പിന്നെന്താ? കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അതിന്റെ സമ്മതം. പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ടെസ്റ്റ് ഒക്കെ നടത്തണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൺസെന്റ് വേണം. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ, പിന്നെന്താ? നമ്മൾ ഓപ്പറേഷന് മുമ്പ്, എന്തെങ്കിലും ഓപ്പറേഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതിനു മുമ്പ് പേഷ്യൻസിന് എന്താ, അതിനു മുമ്പുള്ള ഓപ്പറേഷന് മുമ്പ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്തെങ്കിലും ചെയ്യൂലേ? ശസ്ത്രക്രിയ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഇത് അന്വേഷണം, അതിന്റെ ഒരു പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷന് മുമ്പ് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ചെയ്യാനുണ്ട്. പ്രീ ഓപ്പറേറ്റീവ്, ഓപ്പറേഷന് മുമ്പ് എന്താ എന്തെങ്കിലുമുള്ള അന്വേഷണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം എന്ന് വെച്ചാൽ എന്താ? സ്റ്റിൽ ബർത്ത് എന്ന് വെച്ചാ എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരെയാണ്. എന്തിനെ കുറിച്ചാ? സ്റ്റിൽ ബർത്ത് ഫോം എന്ന് വെച്ചാ ജനന മരണം, മരിച്ച ജനന മരണമൊക്കെ ഫോം ഉണ്ടാവൂലേ? ഇപ്പൊ ബർത്ത് ആയതും ഡെത്തായ ഫോം ഒക്കെ എവിടെന്നാ കിട്ടാം? ഹോസ്പിറ്റലിൽ നിന്നാ കിട്ടാം. നമുക്ക് വേറെ എവിടെന്നും കിട്ടൂല. നമ്മളത് ഹോസ്പിറ്റലുകാരാണ് പഞ്ചായത്തിലോട്ട് അയക്കാം. പക്ഷെ ഇത് ഫസ്റ്റ് എവിടെന്നാ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഫോമിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ പഞ്ചായത്തിലേക്ക് പോണത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ നിന്നാ പോണത്. മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ഫുൾ കാര്യങ്ങൾ പോണതും ഹോസ്പിറ്റലിൽ നിന്നാണ്. അതാണ് സ്റ്റിൽ ബർത്ത് ഫോം എന്ന് വെച്ചാൽ ജനന മരണ ഫോമിന്റെ കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ, അതിന്റെ അറിയിപ്പുകൾ. അതും ഏതിൽ വരും? കറസ്പോണ്ടൻസ് ലിസ്റ്റിൽ വരും. കറസ്പോണ്ടൻസ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് പറയണേ. സ്റ്റിൽ ബർത്ത് ഫോം എന്ന് പറയുമ്പോൾ ജനനം വരും, മരണവും വരും, അതിന്റെ ഫോമിന്റെ കാര്യങ്ങള്. ബർത്ത് നോട്ടിഫിക്കേഷൻ, ജനന അറിയിപ്പ്, അയാൾ കുട്ടി ജനിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ബർത്ത്. മെഡിക്കൽ റിപ്പോർട്ട്, പിന്നെന്താ? ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണ ഫോം. അണുബാധ നിയന്ത്രണ ഫോം എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു വിഷം കഴിച്ച ഒരു കുട്ടി വന്നു, വിഷം കഴിച്ചാണ് ആരെങ്കിലും വന്നത്, അയാൾ വിഷം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മരിച്ചു. അപ്പൊ അതിന്റെ റിപ്പോർട്ടിൽ എന്ത് വേണം? അതിന്റെ അണുബാധ, ഏത് വിഷം, ഏത് അണുബാധയാണ് അതിന് കാരണമായത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും സംഭവമായിട്ട് ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ കത്തിക്കുത്ത്, കൊത്തിക്കൊലൊക്കെ ആണെങ്കിൽ അതൊരു ഇൻസിഡന്റ് ആണ്, അങ്ങനെ ഒരു സംഭവം. അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽ ഉള്ള ഫോമും എന്തിൽ വെക്കണം? കറസ്പോണ്ടൻസിൽ വെക്കണം. അതിനൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ സെക്കൻഡ് വേണ്ടത് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസിൽ എന്തൊക്കെ വരും? ഒന്നും കൂടി നോക്കാം. കറസ്പോണ്ടൻസിൽ വന്നത് അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം. ഒന്നാമത്തെ പേഷ്യന്റ് അഡ്മിഷൻ ചെയ്യണ്ടേ? ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? അഡ്മിഷൻ ചെയ്യണം. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം. രണ്ടാമത് വരുന്നത് കൺസൾട്ടേഷൻ ഫോം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണ്ടേ? അപ്പൊ കൺസൾട്ടേഷൻ ഫോം. ഒന്നാമത്തെ അഡ്മിഷൻ കൺസൾട്ടേഷൻ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം. മൂന്നാമത് എന്താ? കൺസെന്റ് ടു ഇൻവെസ്റ്റിഗേഷൻ. കൺസെന്റ് വേണം. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പേഷ്യന്റിന്റെ സമ്മതം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ കൺസെന്റ് ടു ഇൻവെസ്റ്റിഗേഷൻ. പിന്നെന്താ? പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിന്റെ ഫുൾ കാര്യങ്ങളെല്ലാം ശസ്ത്രക്രിയക്ക് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ ചെക്ക് ലിസ്റ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ നമ്മൾ അറിയിക്കണം. സ്റ്റിൽ ബർത്ത് ഫോം, ജനന മരണ കാര്യങ്ങൾ, അതിലും ബർത്ത് നോട്ടിഫിക്കേഷൻ പെടും, ജനന നോട്ടിഫിക്കേഷൻ പെടും. മെഡിക്കൽ റിപ്പോർട്ട്, എന്തെല്ലാം മരുന്നുകൾ നമ്മൾ പേഷ്യന്റിന് കൊടുത്തു അത് വരും. ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇൻസിഡന്റ് റിപ്പോർട്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറസ്പോണ്ടൻസ് ലിസ്റ്റിൽ വരും. കറസ്പോണ്ടൻസ് എന്താ? കറസ്പോണ്ടൻസ്. ഇതൊക്കെ വന്നത് ഏതാ? കറസ്പോണ്ടൻസ്. രണ്ടാമത് വന്നത് നമ്മൾ ഫോൾഡറിൽ ഫയൽ അടുക്കി വെക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യണേ? ഫോൾഡറിൽ ഫയൽ അടുക്കി വെക്കണം. ഏറ്റവും മുകളില് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിൽ എന്തൊക്കെ വരും? ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ അപ്പ്. നമ്മൾ ആ ഔട്ട് പേഷ്യന്റ് എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഫോളോ അപ്പും അതിനോടൊപ്പം തന്നെ ഔട്ട് പേഷ്യന്റിന്റെ ഫോമും. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതർ ഫോംസ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഷ്യന്റിന്റെ കുറിച്ചുള്ള അതർ ഫോംസ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഔട്ട് പേഷ്യന്റ് വരും. അതിന്റെ തൊട്ട് താഴെ കറസ്പോണ്ടന്റ് വരും. കറസ്പോണ്ടന്റ്. ഈ കറസ്പോണ്ടന്റിൽ വന്നത് എന്താ? കറസ്പോണ്ടന്റിൽ വന്നത്? അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം. അതിനോടൊപ്പം തന്നെ റെഫറൽ ലെറ്റർ ഫോം വരും. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നാണ് പേഷ്യന്റിനെ റെഫർ ചെയ്തെങ്കിൽ റെഫറൽ ലെറ്റർ ഫോം. അതല്ല പേഷ്യന്റ് ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം മാത്രം. അതല്ല വേറെ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ റെഫറൽ ലെറ്റർ. ഫസ്റ്റ് എന്ത് വേണം? റെഫറൽ ലെറ്റർ, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ്. എന്തിനാ? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. ഫസ്റ്റ് ഓപ്പറേഷന് മുമ്പ് വേണ്ട കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത്, ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങള് കറസ്പോണ്ടന്റ് ലിസ്റ്റിൽ വരും. ഓക്കെ ഓക്കേണോ? ഓക്കെ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടാ? സ്പീഡ് കൂടിയാ? ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ കാണാണ്ട് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. കറസ്പോണ്ടന്റ് ലിസ്റ്റിൽ എന്തൊക്കെ പെടും? ചിലപ്പോ ഇതിന്ന് ഒരെണ്ണം ഇടയിൽ എടുത്ത് ചോദിക്കും. ബർത്ത് നോട്ടിഫിക്കേഷൻ ഏത് ലിസ്റ്റിൽ പെടും? ഏത് ഫോൾഡറിൽ എത്രാമത്തേൽ പെടും? കറസ്പോണ്ടൻസ് എന്ന് പറയാൻ പറ്റണം. മനസ്സിലായ? നിങ്ങൾ ബർത്ത് നോട്ടിഫിക്കേഷൻ പോയി ഔട്ട് പേഷ്യന്റിന്റെ ഫോൾഡറിൽ വെക്കൂന്ന് പറയരുത്. ഔട്ട് പേഷ്യന്റിന്റെ ഫോൾഡറിൽ വെക്കില്ല. അത് കറസ്പോണ്ടൻസിന് അതിനൊരു സെപ്പറേറ്റ് വിഭാഗമുണ്ട്. ഫോൾഡറിൽ അങ്ങനെ സെപ്പറേറ്റ് വിഭാഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നഴ്സുമാരായാലും വേറെ ആര് വന്നാലും ഫയൽ എടുക്കാൻ എളുപ്പമായിരിക്കും. കറസ്പോണ്ടന്റ്. ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഒരു ഫയൽ വന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ചെക്ക് ചെയ്യണ്ട. പെട്ടെന്ന് കാണാൻ പറ്റും. ഓ, ഇത് ഈ കറസ്പോണ്ടൻസ് ലിസ്റ്റിലുള്ള കാണാം. അതിലും ഉള്ളിലുണ്ടാവും. അതിലും ഓർഡർ വെച്ചിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഓർഡറുകൾ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇതേ ഫോൾഡറിൽ വെച്ചാ. ഓക്കെ. പിന്നെന്താ? ഇനി ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്, ഇൻപേഷ്യന്റും ഉണ്ട്. അതിനുള്ള ടൈം ഇല്ല. ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാലും ഇൻപേഷ്യന്റ് പറഞ്ഞാലുള്ള ടൈം ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്ക്. നമുക്ക് 3 മിനിറ്റ് ഉള്ളു. അപ്പൊ ഇൻവെസ്റ്റിഗേഷനും ഇൻപേഷ്യന്റും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അപ്പൊ അത് മതിയില്ലേ? അതിനുള്ള ടൈം ഇല്ല നമുക്ക് എടുക്കാൻ. ഓക്കെ. ഓക്കെ. അപ്പൊ ഒന്ന് വായിച്ചു നോക്ക്. റെഫറൽ ലെറ്റർ ഫോം ഇട്ടിട്ടാ കറസ്പോണ്ടൻസിൽ റെഫറൽ ലെറ്റർ ഫോം വരും. ചിലപ്പോ നിങ്ങളോട് ചോദിക്കും ഈ റെഫറൽ ലെറ്റർ ഫോം ഏതിൽ പെടും? അത് ഓർക്കാം. റെഫറൽ ലെറ്റർ, അഡ്മിഷൻ. നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ വരും അത് ഓർത്താൽ മതി. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. മനസ്സിലാക്കി പഠിക്കാം. കൺസൾട്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കൺസെന്റ് പഠിക്കാം. കൺസൾട്ടേഷൻ ഫോമിനോടൊപ്പം കൺസെന്റ് വരും. എന്തിന്റെ? ഇൻവെസ്റ്റിഗേഷൻസിന്റെ. പിന്നെ നമ്മള് പ്രീ ഓപ്പറേറ്റീവ് ഓപ്പറേഷത്തിന് മുമ്പ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് നോട്ടിഫിക്കേഷൻ, സ്റ്റിൽ ബർത്ത്, ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷന് എന്തെങ്കിലും വിഷമൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻഫെക്ഷൻ വന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ കൂടെ എന്ത് വേണം? ഇൻസിഡന്റ്. ഇൻസിഡന്റ് സെപ്പറേറ്റ് ഓരോന്നോരോന്നാ ചോദിക്കുള്ളൂ. ഓരോന്ന് ചോദിക്കും. അല്ലാതെ മൊത്തത്തിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കില്ല. കറസ്പോണ്ടന്റ് ലിസ്റ്റിലുള്ളതെല്ലാം എഴുതാൻ ഒരിക്കലും വരില്ല. നിങ്ങൾക്ക് വരുന്നത് മാത്രം വരുള്ളൂ. ഇങ്ങനത്തെ ഉള്ള MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. അതെല്ലാവരും അറിഞ്ഞോ? MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന് ഏതെങ്കിലും ഓരോന്ന് എടുത്ത് സെപ്പറേറ്റ് ചോദിക്കും. ഓക്കെ. അപ്പൊ എടുത്തോടത്തോടൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.
Thank you, ma'am. Okay, welcome. ഇവരെ കാണാൻ Thank you, Miss. Welcome.